എന്താണ് മുഖം തിരിച്ചു കളയാനുള്ള കാരണം? എന്റെ മകൾ പരിത്യാഗത്തിന്റെ പറുദീസയിലാണ് വളരേണ്ടത്, അല്ലാതെ ആഡംബരത്തിന്റെ മട്ടുപ്പാവിലല്ലെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖം തിരിച്ചു കളഞ്ഞത് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പറയുന്ന ഗ്രന്ഥങ്ങളിലെല്ലാം കാണാം. വഫാത്തിന്റെ സമയത്ത് അടുത്തേക്ക് വരുന്ന അരിമ മകൾ ഫാത്തിമാനെ അടക്കി പിടിച്ചിട്ട് അടക്കം പറയുന്നത്, മോളെ, നിന്നെ ഗവർണറാക്കാമെന്നല്ല, നിന്നെ ഭരണാധികാരിയാക്കാമെന്നല്ല, നിന്നെ സെക്രട്ടറിയാക്കാമെന്നല്ല, മോളെ, നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ നാളെ പരലോകത്തേക്ക് സ്വർഗത്തിലേക്ക് വേഗം വരണം മോളെ എന്ന് പറഞ്ഞുകൊണ്ട് മാടി വിളിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇടയിലൂടെ അവസരോചിതമായി ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇന്ന് വനിതകളുടെ സമ്മേളനം നടത്തുന്ന സംഘടനകൾ ഇവിടെ ഉടനീളം 1-2 പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. ആ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അഥവാ കോണി വെച്ച് മുകളിൽ കയറിയിട്ട് ബാനർ കെട്ടുന്ന പെണ്ണുങ്ങളെ അവതരിപ്പിക്കുന്ന പ്രസ്ഥാനക്കാർ, തെരുവുകളിൽ പ്രസംഗം നടത്തിയിട്ട് പെണ്ണിനെ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന വനിതാ സമ്മേളനക്കാർ, പെണ്ണിനെ ചട്ടിയും കലവും എടുത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കൊണ്ടുപോയി ധർണ നടത്തുന്നവർ, അവരെല്ലാം പറയുന്ന ഒരു പരാമർശം, ഫാത്തിമ ആയിഷ റളിയല്ലാഹു തആല അൻഹ ജമൽ യുദ്ധത്തിൽ പങ്കെടുത്തതുകൊണ്ട് അഥവാ അഹ്ലുൽ ബൈത്തിനെ മോഡലാക്കിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നതെന്ന്. ഇല്ല ഇല്ല, ഒരിക്കലും ആയിഷ ബീവി ജമൽ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ ലോകത്തോട് പറഞ്ഞു കൊടുക്കണം. കാരണം ആ ഒരു അധ്യായം പിടിച്ചിട്ടാണ് ഇവർ മുഴുവനും സർവ്വരാജ്യ സ്ത്രീകളെ സംഘടിക്കൂന്ന് വിളിച്ചു പറഞ്ഞു കൊണ്ടുപോകുന്നത്. എന്നാൽ അവിടെ സംഭവിച്ചത് എന്താണെന്നറിയുമോ? ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ അവിടെ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ ആരോപണത്തിന്റെ ഏറ്റവും വലിയ അധ്യായത്തെ കൈപ്പുനീരുവേള കുടിച്ചുപോയ മഹദിയാണ്. വ്യഭിചാരാരോപണം ഒരു ചെറിയ പെൺകുട്ടിയുടെ മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ ഉണ്ടായി. അതിന്റെ കാരണം എന്തേ എന്ന് മഹാന്മാർ അന്വേഷിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി സഹീഹിൽ ഉദ്ധരിച്ച ഏറ്റവും വലിയ ഹദീസ് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്കെതിരെയുള്ള ആരോപണമാണ്. അവിടെ മഹാന്മാരായ വ്യാഖ്യാതാക്കൾ ചോദിക്കുന്നു, ഈ ഒരു കൊച്ചു പെൺകുട്ടിയെ ഇത്രയും വേദനിപ്പിക്കാനുള്ള കാരണം എന്താണ്? അവിടെ എഴുതി വെക്കുന്നത് കാണാം, ലോകത്തെ ഏറ്റവും വലിയ രഹസ്യം നുബുവത്തിന്റെ രഹസ്യമാണ്. അത് സൂക്ഷിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് തെളിയിക്കാനാണ് ഈ സംഭവത്തെ അതിജീവിക്കലിലൂടെ ആയിഷ ബീവി പഠിപ്പിച്ചു തന്നത്. ഒന്ന്. രണ്ടാമത്തത്, ആരോപണത്തിന്റെ ഏറ്റവും വലിയ അധ്യായം ഇപ്പോഴേ അങ്ങ് കഴിഞ്ഞാൽ ഇനി ആരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം 64 വയസ്സ് വരെ ജീവിക്കേണ്ട മഹദിയല്ലേ ആയിഷ ബീവി. ആരും ആരോപണം കൊണ്ടുവരാൻ നിൽക്കില്ല. പണ്ടേ തന്നെ ആരോപണവും ഖുർആനിന്റെ മറുപടിയും വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ആയിഷ ബീവിയുടെ പേരിൽ വിമർശനത്തിന് വഴിയടയ്ക്കാനാണ് എന്നൊക്കെ ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ എഴുതിയിട്ടുണ്ട്. ഏതായാലും ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ സ്വഹാബത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാക്കിയ ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഓ ഉമ്മ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ പിടിക്കാൻ വേണ്ട നടപടി അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ എന്ന ഭരണാധികാരി എടുക്കുന്നില്ല. അപ്പോൾ 4 ഖലീഫമാരും സംശയ നിവാരണത്തിന് സമീപിച്ച മഹദി, 4 ഖലീഫമാരുടെയും കാലശേഷം വരെ ജീവിച്ചിരുന്ന മഹദി, ഇസ്ലാമിക വൈജ്ഞാനിക ലോകത്തെ സ്ത്രീ സാന്നിധ്യത്തിലെ ഏറ്റവും മഹനീയമായ നാമം എന്നു മാത്രമല്ല, നുബുവത്തിന്റെ അടുക്കളയിൽ നിന്ന് ലോക നിയമത്തിന്റെ പരമകാഷ്ഠകളെ പഠിച്ചറിയാൻ നിയോഗം ലഭിച്ച മഹത്വമുള്ള ആയിഷ റളിയല്ലാഹു അൻഹ
പ്രതിസന്ധിയുള്ള ഘട്ടങ്ങളിൽ പരിഹാരത്തിന്റെ നബവി വചനങ്ങളെ ഉദ്ധരിച്ചു കൊടുത്ത് ഇസ്ലാമിക ഖിലാഫത്തിന്റെ ചക്രവാളം തിരിക്കുന്നവർക്ക് സമാധാനം കൊടുത്ത മഹദി. പക്ഷേ എവിടെയും ഒരു ഗവർണറായില്ല, എവിടെയും ഭരണകൂടത്തിന്റെ പങ്കുപറ്റിയില്ല, എവിടെയും ഒരു വേദി പോലും പങ്കിട്ടില്ല. അങ്ങനെ ജീവിച്ച മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ പിടിക്കാൻ ഒന്ന് ശുപാർശ ചെയ്യണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിൽ കയറി അതീവ രഹസ്യമായി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് റിക്വസ്റ്റ് ചെയ്യാൻ ഇറങ്ങിയതാണ്. ഇന്നത്തതുപോലെ ടെക്നോ ഡെവലപ്മെന്റ് ഉള്ള കാലമല്ല, ഫോൺ ചെയ്ത് പറയാൻ പറ്റുന്ന കാലമല്ല, മറ്റേതെങ്കിലും മെസ്സേജ് സംവിധാനങ്ങൾ വികസിച്ച കാലമല്ല. ശുദ്ധഹൃദയയായ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹാ അവിടെ നിന്നിറങ്ങിയപ്പോൾ കൂട്ടിക്കൊണ്ടുപോയ അബദ്ധസഞ്ചാരികൾ എത്തിച്ചത് യുദ്ധക്കളത്തിന്റെ ചാരത്തേക്കായിരുന്നു. അപ്പോഴേ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല, യുദ്ധ പശ്ചാത്തലത്തിലേക്ക് എത്തിപ്പെടുകയായിരുന്നു. ഇബ്രാഹിമുൽ ലഖാനി റഹിമഹുല്ല പ്രത്യേകം പറഞ്ഞു, ഈ യുദ്ധത്തെക്കുറിച്ച് നീ വർത്തമാനം പറഞ്ഞാൽ ഒരൊറ്റ സഹാബിക്കോ സഹാബിയത്തിനോ പോറലേൽക്കുന്നതോ ഭംഗിയില്ലാത്തതോ ആയ വർത്തമാനം വരാൻ പാടില്ല. കാരണം മുആവിയ റളിയല്ലാഹു അൻഹു നീതിമാന്മാരിൽ ഒരാളാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നീതിയുടെ സമവാക്യമാണ്. ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹ ശുദ്ധിയുടെ സമവാക്യമാണ്. ഇതെല്ലാമുള്ള മഹദികളുടെ വിഷയങ്ങൾ നീ ചർച്ച ചെയ്യുമ്പോൾ പരിധികൾ ലംഘിക്കാനോ ന്യായങ്ങൾ വഴിമാറാനോ പാടില്ല എന്ന് കൃത്യമായി ജൗഹറത്തു തൗഹീദിലൂടെ പഠിപ്പിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ യുദ്ധക്കളത്തിൽ നിന്ന് തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ടോ പിന്നീട് ആ സമീപനത്തിൽ ഖേദിക്കുകയാണ്. അറിയാതെ ആ പടക്കളത്തിന്റെ ചാരത്ത് പോയതിൽ ദുഃഖിക്കുന്ന മഹദി അവിടെ ഇരുന്നു കൊണ്ട് വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ വഅഖിംനസ് സ്വലാഹ് എന്ന ആയത്തോതുന്ന സമയത്ത് മക്കന നനയും വരെ മഹദി അവൾ കരഞ്ഞു പോകുന്നു. എന്നു മാത്രമല്ല, താരീഖ് ആയിഷ മറിച്ചു നോക്കിയാൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്താകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന ആയിഷ ബീവിയുടെ ഹുജറത്തു ശരീഫയിൽ ഇനിയും ഖബറിന് അവിടെ സ്ഥലമുണ്ട്, ഇനിയും ഈസാ നബിക്ക് കിടക്കാനുള്ള സ്ഥലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സാഹിബൈനിയും കഴിഞ്ഞിട്ട് പിന്നെയും അവിടെ ഒരു മഹാനെ ഖബറടക്കിയിട്ടുണ്ട്. ഇനിയും അവിടെ ഖബറടക്കാനുള്ള സ്ഥലമുണ്ട്. ആയിഷ ബീവിയോട് ചോദിക്കുന്നു, അല്ലയോ മഹദി, വഫാത്തായാൽ എവിടെയാണ് ഖബറടക്കേണ്ടത്? പ്രിയപ്പെട്ട ഭർത്താവും ലോകത്തിന്റെ നേതാവുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്താണോ, അല്ല ജന്നത്തുൽ ബഖീഇലാണോ? അപ്പോൾ മഹദി പറഞ്ഞ മറുപടി എന്താണെന്നല്ലേ? എനിക്ക് പേടിയാകുന്നു, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് കിടക്കാൻ എനിക്ക് ഭയമാകുന്നു. എന്താണ് ആയിഷ ഭയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അറിയാതെയാണെങ്കിലും യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് നല്ല ഉദ്ദേശത്തോടെയാണെങ്കിലും ഞാൻ വീട്ടിൽ നിന്നിറങ്ങി ഒന്ന് യാത്ര ചെയ്തു പോയി. അത് എൻ്റെ പ്രിയപ്പെട്ട നേതാവിന് ഇഷ്ടപ്പെടില്ല.
അതിൽ ഭയന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കാൻ എനിക്കിഷ്ടം വരുന്നില്ല. എനിക്ക് അല്ലാഹുവിനെ പേടിയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് കിടക്കാൻ എനിക്ക് ഭയമാകുന്നു എന്ന് ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞെങ്കിൽ, അങ്ങനെ പോയതിന്റെ പേരിൽ ദുഃഖിച്ചതും യുദ്ധത്തിൽ ഇടപെടാതിരുന്നതുമായ ഒരു സംഭവം ഇത് ഇബ്നു കസീർ നോക്കിയാൽ കാണാം, ഹാഫിദ് സുയൂത്തിയുടെ ദുർറുൽ മൻസൂർ നോക്കിയാൽ കാണാം, ബഹുമാനപ്പെട്ട ആയിഷ ബീവിയുടെ താരീഖ് ആയിഷ നോക്കിയാൽ കാണാം. അതിൽ മുഴുവനും ഈ സംഭവത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതെല്ലാം പറഞ്ഞു വരുമ്പോൾ ആയിഷ ബീവിയുടെ മേൽ ആരോപണം ചുമത്തിയിട്ടാണ് സർവരാജ്യ സ്ത്രീകളെ തെരുവിലും നിളയുടെ തീരത്തും ഒരുമിച്ച് കൂട്ടിയിട്ട് ഈ സമുദായത്തിന്റെ വിലാസം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഈ ദീനിനെതിരെ സമരം ചെയ്യുന്നവരാണ്. വിഷയം മാറുന്നില്ല. ആ മഹത്തുക്കളെല്ലാം ഈ സമുദായത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അധ്വാനിച്ചവരാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞാൻ നിർത്തുകയാണ്. അറിയില്ലേ, സയ്യിദുനാ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം തുർമുദി നിവേദനം ചെയ്തു, അഹ്മദ് ഉദ്ധരിക്കുന്നുണ്ട്. എന്താണെന്നല്ലേ? അൽ ഹസൻ വൽ ഹുസൈൻ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന. സ്വർഗീയ യുവാക്കളുടെ നേതാക്കളാണ് ഹസനും ഹുസൈനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പേരമക്കൾ, സ്വർഗീയ യുവത്വത്തിന്റെ സാരഥികൾ. ആ രണ്ടുപേരും ഇസ്ലാമിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവർ. പ്രിയപ്പെട്ടവരെ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യുന്നു കർബലായുടെ രണഭൂമിയിൽ. അപകടത്തിന്റെയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തീജ്വാലകളെ വിരിമാറ് കാണിച്ചേറ്റെടുത്ത മഹാനല്ലയോ സയ്യിദുനൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. 72 പരിക്ക് വിരിമാറിലേക്ക് ഏറ്റുവാങ്ങിയിട്ട് മാറിലേക്ക് പതിച്ചു വന്ന കുന്തം പുറത്തുകൂടി വലിച്ചെടുക്കപ്പെടുന്ന വിധത്തിൽ മുറിവേറ്റുകൊണ്ട് കിടക്കുമ്പോൾ ആ സയ്യിദുനാ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു പരിക്കേറ്റ് ദൂരത്തേക്ക് കിടക്കുമ്പോൾ അറിയുമോ, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിൽ നിന്ന് ദാഹം തീർക്കാൻ ഇമ്പി കുടിച്ച മഹാൻ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുടുചുംബനങ്ങൾ ഏറ്റുവാങ്ങാൻ നിയോഗം കിട്ടിയ മഹാൻ, നിസ്കാരത്തിലൊക്കെ തിരുന്ന് കളിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാൻ, ഇവരെ ഇഷ്ടപ്പെടുന്നവർ എന്നെ ഇഷ്ടപ്പെടുന്നവരും ഇവരോട് കോപിക്കുന്നവർ എൻ്റെ കോപത്തിന് പാത്രീഭവിച്ചവരുമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ലോകത്തോട് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകനല്ലയോ സയ്യിദുനൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പരിക്കേറ്റുകൊണ്ട് വീഴുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തമൊലിക്കുന്ന മഹാൻ ബിസ്മില്ലാഹ് വഅലാ മില്ലത്തി റസൂലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നെറ്റിത്തടത്തിലേക്ക് വന്നു പതിക്കുന്ന ആക്രമണത്തിന്റെ ആയുധത്തെ ഏറ്റുവാങ്ങിക്കൊണ്ടൊരു ഭാഗത്തേക്ക് വീഴുമ്പോൾ അവിടുന്ന് സഞ്ചരിച്ചിരുന്ന മൃഗം മനസ്സിലാക്കുന്നു, എന്റെ മുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോൻ വീണുപോയി. ആരെ
രക്തത്തിലേക്ക് പോയി ഉരുണ്ട് കമഴ്ന്ന് ബഹുമാനപ്പെട്ട ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ രക്തം അനുഭവിച്ചുകൊണ്ട് ഈ കുതിര ഓടുകയാണ്. സ്ത്രീകളിരിക്കുന്ന ഖൈമയിലേക്ക് ഓടിപ്പാഞ്ഞു ചെന്ന് കയറിയപ്പോൾ അവിടെ ഇരിക്കുന്നു സൈനബ് റളിയല്ലാഹു അൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ ശരീരത്തിന്റെ ഭാഗങ്ങൾ രക്തചംക്രമണത്തിലൂടെ നിലനിർത്തിയിട്ട് അവിടുത്തെയുടെ പാരമ്പര്യത്തിന്റെ കവാടങ്ങളായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ രക്തവും വഹിച്ച് അതാ കടന്നു വന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വിയോഗത്തിന്റെ സന്ദേശം അവിടെ ബഹളത്തിലൂടെ അടയാളപ്പെടുത്തി. എന്റെ മുകളിൽ ഇരുന്ന ഏറ്റവും അനുഗ്രഹീതനായ മനുഷ്യൻ ഇവിടെ കുതറി വീണുപോയി വഫാത്തായി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇനി എനിക്ക് ജീവിതം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ മൃഗം ഓടി വന്ന് തറയിൽ കിടന്ന് ബഹളം വെച്ച് ലോകത്തോട് വിട പറയുമ്പോൾ ഇവിടെയുള്ള ചരാചരങ്ങൾക്കറിയാം തിരുസാന്നിധ്യത്തിന്റെ മധുരം, വാനലോകത്തിനറിയാം അഷ്റഫുൽ വറയുടെ ആദരവ്, ഭൂമി ലോകത്തിനറിയാം തിരുപാദത്തിന്റെ മൃദുല സ്പർശം, അന്തരീക്ഷത്തിനറിയാം അവിടുത്തെ ആംഗ്യത്തിന്റെ സൗകുമാര്യത, ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിനറിയാം അവിടുത്തെ ശബ്ദഭംഗിയുടെ സന്ദേശ ഗാംഭീര്യം. അതുപോലെ ലോകത്തിന് മുഴുവനും നല്ലത് മാത്രം കൈമാറ്റം ചെയ്തിട്ട് പോയ തിരുദൂതരുടെ പരമ്പരയിലെ വിശുദ്ധ സാന്നിധ്യമായ സയ്യിദുനാ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ കർബലായുടെ രണഭൂമിയിൽ തെറിച്ചു വീഴുമ്പോൾ ശത്രുക്കൾ വിട്ടില്ല, അവിടുത്തെ കഴുത്തു മുറിച്ചെടുക്കുന്നു. സമീപകാലത്ത് വായിക്കാൻ കഴിഞ്ഞു 100 ചില്ലാനം മഹാന്മാരായ അഹ്ലുബൈത്തിലെ അംഗങ്ങളുടെ കഴുത്തറുത്തു മാറ്റിയിട്ട് ഉടല് വലിച്ചെറിഞ്ഞു. ഇസ്ലാമിന്റെ പേരിലുള്ള ഇസ്ലാമിക വിരോധികൾ, മുസ്ലിങ്ങളായ വിരോധികൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ വിലാസമുള്ള വിരോധികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ കഴുത്തരിഞ്ഞെടുത്തിട്ട് ഉടലുകൾ വലിച്ചെറിഞ്ഞു. അതിൽ ഏറ്റവും വലിയ നേതാവ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തലയരിഞ്ഞെടുത്തു. എന്നിട്ട് കുന്തത്തിന്റെ മേലെ നാട്ടിയിട്ട് പ്രകടനം നടത്തി. ഇസ്ലാമിന്റെ പേരിലുള്ള ആളുകൾ പണ്ടും അങ്ങനെയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ചരിത്രപരമായ ഇന്നലകളെ പരിശോധിക്കുമ്പോൾ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെതിരെ തിരിഞ്ഞത് ക്രിസ്തീയ ഗവൺമെന്റ് അല്ല, ഹൈന്ദവ ഗവൺമെന്റ് അല്ല, ഇസ്ലാമിന്റെ പേരിലുള്ള അന്നത്തെ കാഴ്ചപ്പാടുകാരാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ തല്ലിയതാരാ? ഇസ്ലാമിന്റെ പേരിലുള്ള ഭരണകൂടത്തിന്റെ ആളുകളാണ്. ഇമാം ബുഖാരി തങ്ങൾക്കെതിരെ തിരിഞ്ഞതാരാ? ഇസ്ലാമിന്റെ പേരിലുള്ള ഭരണകൂടമാണ്. അങ്ങനെ നോക്കിയാൽ അഹ്ലുബൈത്തിനെ പ്രതിക്കൂട്ടിലാക്കിയതാരാണ്? അവരും ഇസ്ലാമിന്റെ പേരിലുള്ള ഭരണകൂടത്തിന്റെ ആളുകളാണ്. ഇത് ചരിത്രത്തിന്റെ ഒരു യാദൃച്ഛികതയായി ഇന്നലെ മുതൽ ഇന്ന് വരെ വായിക്കാൻ നമുക്ക് കഴിയുമ്പോൾ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ തലയെടുത്ത് കുന്തത്തിന്റെ മേലെ നാട്ടിയിട്ട് പ്രകടനം നടത്തുന്നു. ഒരു തെരുവിൽ പ്രകടനം കഴിഞ്ഞാൽ പിന്നെ ആ തലയെടുത്ത് പെട്ടിയിൽ വെക്കും. അടുത്ത ടൗണിലേക്ക് എത്തി വീണ്ടും അവര് കുന്തത്തിന്റെ മേലെ നാട്ടിയിട്ട് പ്രകടനം നടത്തും. അങ്ങനെ നടത്തി നടത്തി സന്ധ്യാസമയമായി വൈകുന്നേരത്തെ പ്രകടനം നടക്കുമ്പോൾ അഹ്ലു കിതാബിൽപ്പെട്ട ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, ഹാദാ റഅ്സുമൻ, ഇതാരുടെ തലയാണ്? മറുപടി വരുന്നു, റഅ്സുൽ ഹുസൈൻ, ഇത് ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബീ ത്വാലിബിന്റെ തലയാണ്. അതേ സിബ്തു റസൂലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രന്റെ തലയാണോ?
ഞങ്ങളുടെ നേതാവായ ഈസ ഇബ്നു മറിയമിനൊരു മകനുണ്ടായിരുന്നെങ്കിൽ ലഹമൽനാഹു അലാ അക്താഫിനാ, ഞങ്ങൾ ചുമലിലേറ്റി കൊണ്ട് നടക്കുമായിരുന്നല്ലോ. നിങ്ങൾ എന്തു വലിയ അക്രമമാണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അവരോട് പറയുകയാണ്, ഇന്ന് രാത്രി നിങ്ങൾ ഈ തല എവിടെയാണ് കൊണ്ടുവെക്കുക? അപ്പോഴവര് പറഞ്ഞു, ഇന്ന് ഞങ്ങൾ ഇവിടെ തങ്ങും, രാവിലെ ഇവിടുന്ന് പുറപ്പെട്ടിട്ട് അടുത്ത ജംഗ്ഷനിൽ ഞങ്ങൾക്ക് പ്രകടനമുണ്ട്. അപ്പോൾ അഹ്ലു കിതാബിൽപ്പെട്ട ഇയാൾ പറയുന്നു, എന്നാൽ ആ തല ഇന്ന് എൻ്റെ വീട്ടിൽ നിങ്ങൾ സൂക്ഷിക്കാമോ? ഞാൻ 10,000 ദിർഹം നിങ്ങൾക്ക് തന്നേക്കാം. അവർക്ക് സന്തോഷമായി, തല വെക്കാൻ ഒരു സ്ഥലം കിട്ടിയല്ലോ, പൈസ സൗജന്യമായി വേറെയും കിട്ടിയല്ലോ. അങ്ങനെ ബഹുമാനപ്പെട്ട ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ തല അടക്കം ചെയ്ത പെട്ടി ഈ അഹ്ലുബൈത്ത്, ഈ അഹ്ലു കിതാബുകാരന്റെ വീട്ടിൽ കൊണ്ടുവച്ചു. ഇസ്ലാമിന്റെ മെമ്പറല്ല, അഹ്ലു കിതാബുകാരനായ വേദക്കാരനാണ്, ക്രൈസ്തവ സഹോദരനാണ്. രാത്രിയായപ്പോൾ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് പെട്ടി തുറന്ന് തലയെടുത്തിട്ട് നല്ല വൃത്തിയായി അതിൽ രക്തമൊക്കെ കഴുകിക്കളഞ്ഞു. കയ്യിലുള്ള സുഗന്ധം ഉപയോഗിച്ചതിനെ നല്ല സുഗന്ധം പുരട്ടി, എന്നിട്ട് ചുടുചുംബനം കൊടുക്കുകയാണ്. അവിടുത്തെ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്ത് അവസാനം പറയുന്നു, മാ മലക്തു ഇല്ലാ നഫ്സീ, ഞാൻ നിസ്സഹായനാണ്, ഞാൻ എന്തു ചെയ്യാനാണ് എന്ന് പറഞ്ഞ് ദുഃഖമങ്ങോട്ട് പങ്കുവച്ചിട്ട് അതിന് ചുംബനം കൊടുത്ത് ചീർപ്പെടുത്ത് മുടിയൊക്കെ ഒന്ന് വാർന്ന് റെഡിയാക്കിയിട്ട് അഭിമുഖമായിരിക്കുമ്പോൾ അറിയുമോ, അറിയാതെ ഒന്ന് മയങ്ങിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോൻ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ തല അത് ചുംബനം കൊടുത്തിരിക്കുമ്പോ അതാ വരുന്നു, നൂറ് കി സാഗർ നൂറ് കി ജൽവാ നൂറ് കി ജൽ കാജാ മദീന തുജേ സലാം. വെളിച്ചത്തിൻ്റെ പ്രഭാവത്തിൻ്റെ പ്രകാശത്തിൻ്റെ നിദാനങ്ങളാകമാനവും കേന്ദ്രീകരിച്ച് വരിഷ്ഠമായ ഹൃദയബിന്ദുക്കളെ ആവഹിച്ച് പ്രപഞ്ചത്തിൻ്റെ ഹൃദയസ്ഥലികളിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുന്ന ആത്മീയതയുടെ സമവാക്യമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇരിക്കുന്ന ഈ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് തെളിയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നു. പ്രസന്നമായ മുഖത്തോടെ മറ്റു മതക്കാരനായ ഇയാളുടെ മുമ്പിലേക്ക് വന്ന് നിൽക്കുമ്പോൾ പരിചയമില്ലാത്ത ഇയാളുടെ ചോദ്യമാണ്, നിങ്ങൾ ആരാണ്? അന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നിങ്ങൾ എൻ്റെ പൗത്രനായ ഹുസൈൻ ഇബ്നു അലിയെ പ്രണയിച്ചതുകൊണ്ട് ഞാനിതാ നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങളെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ജൂദോ കറം ഹേ ശഹേബത്ത് ഹാ തേരാ നഹീ സുൻതാ ഹി നഹീ മാംഗനെ വാലാ തേരാ. ചോദിച്ചവരോടില്ലെന്ന് പറഞ്ഞ് പരിചയമില്ലാത്ത തിരുനബി അവിടുന്ന് ഷഹാദത്തിന്റെ കെലിമയിലല്ലാതെ നിഷേധത്തിന്റെ ലാ പ്രയോഗിക്കാത്ത തിരുനബി എപ്പോഴും സമ്മതത്തിന്റെയും സ്വീകാര്യതയുടെയും വിട്ടുവീഴ്ചയുടെയും വിഹായുസായ അഷ്റഫുൽ വറാ ഖായിദുൽ ഗുർരിൽ മുഹജ്ജലീൻ റഹ്മത്തുൽ ലിൽ ആലമീൻ
സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് അതാ വന്ന് സംബോധന ചെയ്തിട്ട് പറയുന്നു, മോനെ ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം എന്ന പ്രയോഗത്തിന്റെ പുലർച്ചെ എന്ന പോലെ ആ മനുഷ്യനോട് പറയുന്നു, നിങ്ങൾ എൻ്റെ ആദർശത്തിലേക്ക് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. എൻ്റെ മകനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ നിങ്ങളെ ഞാനിതാ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അഹ്ലുബൈത്തിന്റെ അധ്യക്ഷനായ ഹുസൈൻ ബിൻ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും അവരെ ഏറ്റെടുത്തതിൻ്റെ പേരിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിദായത്ത് നൽകുന്നു. കാരണം എന്തേ? മുസ്തഫ ജാനെ റഹ്മത്ത് പെലാക്കോ സലാം. കാരുണ്യത്തിന്റെ പ്രപഞ്ചമാണ്, ആത്മാവാണ്, ജഹാനോ ജാൻ രണ്ടുമാണ്, ജീവനാണ്, ലോകമാണ്, പ്രതിഭാസമാണ്, പ്രതിധ്വാനമാണ്, പ്രതിനിധിയാണ്. എല്ലാ സൽഗുണങ്ങളുടെയും സമീക്ഷയും സമ്മേളനവുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കുടുംബത്തെ അനുരാഗത്തിന്റെ ഹൃദയം കൊണ്ട് ആവഹിച്ചപ്പോൾ അതാ തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ ഏറ്റെടുക്കുന്നു. കാരണം എന്തേ? അങ്ങോട്ടടുക്കുമ്പോഴേക്ക് ഇങ്ങോട്ട് ഓടിയെടുക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ മുഴുവനും ദാനം ചെയ്തവർക്ക് പ്രതിദാനം കൊടുത്ത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബ് എന്നവർ സംരക്ഷിച്ചതിനെ അലി ഇബ്നു അബീ താലിബിനെ ഏറ്റെടുത്തവർ, അബൂ താലിബ് എന്നവർ സംരക്ഷിച്ചതിന് പ്രതിസന്തോഷമായി ജഅഫർ ഇബ്നു അബീ താലിബിനെ ഏറ്റെടുപ്പിച്ചവർ, എന്നെ നോക്കിയ മൂത്താപ്പയ്ക്ക് പ്രതിദാനം നൽകുവാൻ പ്രിയപ്പെട്ട മകൻ അലി ഇബ്നു അബീ താലിബിന്റെ സംരക്ഷണം ഏറ്റെടുത്ത തിരുനബി. ആരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അവർക്കെല്ലാം പ്രത്യുപകാരം ചെയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ടില്ല. അതൊരു അന്വേഷണവും പഠനവുമായി മുത്തഅല്ലിമീങ്ങളെ എടുക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ആരൊക്കെ നൽകിയോ അവർക്കെല്ലാം പ്രത്യുപകാരം നൽകിയിട്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ടില്ല. 6 വയസ്സ് വരെ പോറ്റിയ പ്രിയപ്പെട്ട ഉമ്മയുടെ ഖബറിന്റെ അടുക്കൽ 60ാമത്തെ വയസ്സിൽ നിന്ന് വേദനിച്ച് കരഞ്ഞ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാണുന്നതിന് മുമ്പ് മറഞ്ഞുപോയ പ്രിയപ്പെട്ട അബ്ദുല്ലാഹിയെ ഓർത്ത് സന്തോഷം പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവിടുന്ന് ഉമ്മു ഐമൻ ബറക്കത്തുൽ ഹബശിയായെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും വേണ്ടത് മുഴുവനും ചെയ്തു കൊടുക്കുകയും ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുപ്പകാലത്ത് ഒക്കത്തെടുത്തതിന് കൈനിറയ സമ്മാനവും ഇസ്ലാമിലേക്ക് ആശ്ലേഷവും നൽകി. ഷൈമാ എന്ന 6 വയസ്സുകാരി അവിടുന്ന് ഹലീമത്തു സഅദിയയുടെ വീട്ടിൽ വെച്ച് സംരക്ഷിച്ചതിന്റെ പേരിൽ വളർന്നു വന്ന ഷൈമാഇനെ ഏറ്റെടുത്ത് വേണ്ട ദാനം മുഴുവനും കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അമ്മിഞ്ഞ കൊടുത്ത് ബനൂ സഅദിൽ പോറ്റി വളർത്തിയ ഹലീമത്തു സഅദിയയെ സ്വന്തം തട്ടം വിരിച്ച് പിടിച്ചിരുത്തിയിട്ട് വായിൽ സമ്മാനമായി തുപ്പിക്കൊടുത്ത് കൈനിറയെ സമ്മാനം കൊടുത്ത് തിരിച്ചുവിട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ തുടങ്ങി ജീവിതത്തിലെ മുഴുവനും നിങ്ങൾ പഠിച്ചു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറുപ്രായത്തിൽ കുളിപ്പിച്ച് കുപ്പായമിട്ട് കൊടുക്കാൻ സഹായിച്ച ഫാത്തിമ ബിന്ത് അസദ് എന്ന് പറയുന്ന അലി ഇബ്നു അബീ ത്വാലിബ് എന്നവരുടെ ഭാര്യ, ബഹുമാനപ്പെട്ട അബൂ ത്വാലിബിന്റെ ഭാര്യ അലി ഇബ്നു അബീ ത്വാലിബിന്റെ ഉമ്മ, ആ പ്രിയപ്പെട്ട മൂത്തുമ്മ ജന്നത്തുൽ ബഖീയിലേക്ക് ഖബറടക്കുന്ന സമയത്ത് ഖബർ കുഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കടക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സ്വന്തം കൈകൊണ്ട് അകത്തെ കൊച്ചു കുഴി റെഡിയാക്കുന്ന നബിതങ്ങൾ ഖബറിന്റെ പണി പൂർത്തിയായിട്ട് അതിൽ കയറിയൊന്ന് കിടക്കുന്നു. 7 ഖബറുകളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിയത്. അതിൽ കിടന്ന ഖബറുകൾ 2ആണ്. അതിൽ ഒരു ഖബർ ഫാത്തിമ ബിന്ത് അസദ് എന്നവരുടെ ഖബറാണ്. അവിടെ കിടന്നു കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുപ്പായം ഖമീസ് ഊരിയിട്ട് മൂത്തമ്മക്ക് ധരിപ്പിച്ചു കൊടുക്കുന്നു.
അഥവാ മൂത്താപ്പയായ അബൂ താലിബിന്റെ ഭാര്യ ചെറുപ്പകാലത്ത് ഉപകാരം ചെയ്ത മഹദിയാണ്. ആ മഹദിക്ക് പ്രതിസമ്മാനം കൊടുത്ത ഖബറിൽ കിടത്തുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇനി അങ്ങോട്ട് നോക്കിയാൽ സഹായിച്ച സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മകളെ ഏറ്റെടുത്ത് വിവാഹം ചെയ്തുകൊണ്ട് പ്രത്യുപകാരം ചെയ്യുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ സഹായിച്ചു, പകരം മകളെ ഏറ്റെടുക്കുന്നു. അങ്ങനെ സഹായിച്ച മുഴുവൻ ആളുകൾക്കും തിരിച്ച് സമ്മാനം കൊടുത്തതിന്റെ പരമ്പര എണ്ണി നോക്കിയാൽ വഫാത്തിന് ശേഷവും അങ്ങനെ ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെയോട് സഹായമോ അവിടുത്തെ പള്ളിക്ക് സഹായമോ ചെയ്ത ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകിച്ച് പരിഗണിച്ചിട്ടുണ്ട്. അവിടുത്തെ ശരീഅത്തിന് ഖിദ്മത്ത് ചെയ്തവരെ മുഴുവനും സമ്മാനം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമീങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമ്മാനം സ്വീകരിച്ചവരാണ്. കണ്ടില്ലേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുന്ന് ജാമിഉ സഹീഹ് ഉണ്ടാക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. കാരണം ഹദീസ് സമാഹരിക്കാൻ നടന്നതുകൊണ്ടാണ്. ഇമാമുന സുയൂത്തി റഹിമഹുല്ല ആ കാലഘട്ടത്തിലെ മുഴുവൻ ഹദീസും ഒരുമിച്ച് കൂട്ടിയപ്പോൾ പ്രത്യുപകാരം ചെയ്തു എന്ന് മാത്രമല്ല, ഓ ശൈഖുൽ ഹദീസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു എന്ന് ഇമാമുന സുയൂത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാമുൽ അശ്അരി തങ്ങൾ ഇസ്ലാമിക പ്രബോധനത്തിന് ഇറങ്ങാനുള്ള കാരണം നബി തങ്ങൾ പറഞ്ഞതാണെന്നും ഇറങ്ങിയതിന് ശേഷം എനിക്ക് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഭിനന്ദനം കിട്ടിയെന്നും തബീനു കദിബിൽ മുഫ്തരി അലാ മാ നസിബയിൽ ഇമാമുൽ അശ്അരി എന്ന ഗ്രന്ഥത്തിൽ ഒന്നാമത്തെ സംഭവവും താരീഖുൽ ഇമാമുൽ അശ്അരി എന്ന ഗ്രന്ഥത്തിൽ രണ്ടാമത്തെ സംഭവവും കാണുന്നു. അങ്ങനെ ഏതൊക്കെ സഹായിച്ചോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനിനെ ഹയാത്താക്കിയ ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ തങ്ങൾക്ക് അവിടുന്ന് സമ്മാനം കൊടുത്തത് ഇമാം അബൂ ഹനീഫ തങ്ങൾ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് മുഴുവനും ക്രോഡീകരിച്ച യൂസുഫ് നബ്ഹാനി റഹിമഹുല്ലക്ക് പേന കൊടുക്കാമെന്ന് നബി തങ്ങൾ പറഞ്ഞു എന്ന് സഅദത്തുദ് ദാറൈൻ 426-ാമത്തെ പേജിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്തൊക്കെ അവിടുത്തെ പ്രകീർത്തനത്തിനോ ഇസ്ലാമിനോ നൽകിയിട്ടുണ്ടോ അവർക്ക് മുഴുവനും പ്രതിസമ്മാനം നൽകിയ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ. ഈ ജൂത സഹോദരൻ, ക്രൈസ്തവ സഹോദരൻ അവിടുത്തെ പേരക്കുട്ടിയുടെ തലയേറ്റെടുത്ത് ചുംബനം കൊടുത്തപ്പോൾ വരൂ ഇസ്ലാമിലേക്ക് വന്ന് പറഞ്ഞു സ്വാഗതം ചെയ്യുന്നു. രാവിലെ എതിരാളികൾ വന്ന സമ്മാനം വാങ്ങി തലയും എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് നേരെ ഇറങ്ങുന്നു ഫീ ഖിദ്മത്തി അഹ്ലി ബൈത്തിർ റസൂൽ. ഇസ്ലാമിലേക്ക് വന്ന ഈ സഹോദരൻ അഹ്ലു ബൈത്തിന്റെ ഖിദ്മത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ചു എന്ന് റശ്വത്തു സ്വാദി ഫീ ബഹരി ഫളാഇലി ബനി നബിയിൽ ഹാദി എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലു ബൈത്ത് മുഴുവനും ത്യാഗം സഹിച്ചിട്ടാണ് നമ്മളുടെ കയ്യിലേക്ക് ഇസ്ലാം കിട്ടുന്നത്. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും തിരിച്ചു നൽകാനുള്ളത് ആ ഹബീബിന്റെ കുടുംബത്തോടുള്ള പ്രണയമാണ്. യസ്മാഖിനാ ഖിമമും മിനൽ ഇജ്ലാലി വൽ ഇക്റാമി. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അബി ദുനിയ റഹിമഹുല്ലയ്ക്ക് മഹാന്മാരുടെ അന്ത്യസമയത്തെ കുറിച്ചൊരു ഗന്ധമുണ്ട്. ഇമാമുകൾ അവസാന സമയം എന്തു ചെയ്തു, അവസാന സമയം എന്തു പറഞ്ഞു, അന്ത്യവാചകം എന്തായിരുന്നു എന്നെണ്ണി പറയാനൊരു ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അബി ദുനിയ എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ കാണാം ഹയ്യാൻ ഇബ്നു അബുൻ നദർ റഹിമഹുല്ലാഹ് പറയുകയാണ്, ഖാലലി വാസിലത്ത് ബിനുൽ അസ്ഖഅ
വാസിലത്ത് ബിനുൽ അസ്ഖ എന്നവർ എന്നോട് പറഞ്ഞു, എന്നെ കൊണ്ടുപോകണം ഇലാ യസീദ് ബിനുൽ അസ്വദ്, യസീദ് ബിനുൽ അസ്വദ് എന്നവരുടെ അടുക്കലേക്ക് എന്നെ കൊണ്ടുപോകണം. അങ്ങനെ ഞാൻ യസീദ് ബിനുൽ അസ്വദിന്റെ അടുക്കൽ ചെന്നു. അവിടെ ചെന്ന് സംസാരിച്ചിട്ട് മഹാനവർകൾക്കൊന്നും പിടുത്തം കിട്ടുന്നില്ല. കാരണം വളരെ രോഗിയാണ്, പറഞ്ഞത് കേൾക്കുന്നില്ല, ആളെ തിരിയുന്നില്ല, കാണുന്നില്ല. അവസാനം ഒരാൾ വന്നിട്ടുണ്ടെന്ന് മാത്രം മനസ്സിലായി. അപ്പോൾ എൻ്റെ ശരീരത്തിൽ തട്ടി ഇങ്ങനെ മെല്ലെ 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 തടകി. ഞാൻ എൻ്റെ കൈയങ്ങ് കാണിച്ചു കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസാഫഹത്ത് ചെയ്ത സ്ഥലം എത്തി. അവിടെ എത്തിയപ്പോൾ കാണാത്ത മഹാൻ ബഹുമാനപ്പെട്ട യസീദ് ബിനുൽ അസ്വദ് തങ്ങൾ ആ സ്ഥലത്ത് കയറിയങ്ങ് പിടിച്ചു. ലിമൗദിഇ യദി വാഹില മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ബഹുമാനപ്പെട്ട വാസിലത്ത് ബിനുൽ അസ്ഖ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്പർശമേറ്റ സ്ഥലം അതങ്ങ് മുറുകെ പിടിച്ചു. മറത്തൻ അലാ സദ്രിഹി വമറത്തൻ അലാ വജ്ഹിഹി വമറത്തൻ അലാ ഫീഹി. എന്നിട്ട് ഈ കൈ കൊണ്ടുപോയി നെഞ്ചത്ത് തടകുന്നു, ആ കൈ കൊണ്ടുപോയി വായിൽ ചുംബിക്കുന്നു, ആ കൈ കൊണ്ടുപോയി തലയിൽ വെക്കുന്നു, ആ കൈ കൊണ്ടുപോയി മുഖത്ത് തടകുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദുനാ യസീദ് ബിനുൽ അസ്വദ് റളിയല്ലാഹു അൻഹു മരണാസന്ന ഘട്ടത്തിൽ കിടക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടതിനെ തിരിച്ചറിഞ്ഞിട്ട് പ്രണയം രേഖപ്പെടുത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, അഹ്ലുൽ ബൈത്ത് നമുക്ക് മുറുകെ പിടിക്കാനുള്ള ഏറ്റവും വലിയ കണ്ണിയാണ്. അവരിലെ ചെറിയ ഒരു കുട്ടിയുടെ സ്ഥാനം പോലും ഇവിടെയുള്ള വലിയ ആലിമുൽ അല്ലാമമാർക്കില്ല എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന്റെ കസേരയിൽ ഇരിക്കുന്നു. ഖിലാഫത്തിന്റെ കസേരയിൽ ഇരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു കുട്ടി വരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റിട്ട് ആ കുട്ടിയെ പിടിച്ച് രാജ്യാധികാരത്തിന്റെ കസേരയിൽ ഇരുത്തി. ഉടനെ അവിടെയുള്ള ആളുകൾക്ക് പരിഭവം, എന്താണ് ഈ VIP കസേരയിൽ കുട്ടിയെ പിടിച്ചിരുത്തുന്നത്? ഉടനെ പറഞ്ഞു, നമുക്ക് ഭക്ഷണം തരുന്നത്, നമ്മളുടെ തലയിൽ മുടിമുളച്ചത് ഇവരെ കൊണ്ടാണ്. മഹാന്മാരുടെ അസറുകളിലുള്ള പ്രയോഗമാണ്. നമ്മളുടെ തലയിൽ മുടിമുളക്കാനുള്ള കാരണം ഇവരാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജന്മത്തിന്റെ കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുത്തെ മക്കളാണ് ഇവിടെയുള്ളത്. ഇത് അവിടുത്തെയുടെ പേരക്കുട്ടിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയ ശൂറ നടക്കുന്ന സമയത്ത് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആകുന്ന കുട്ടിയെ കൊണ്ടുവരുന്നു സദസ്സിലേക്ക്. അപ്പൊ ചോദിക്കുന്നു, വലിയ ആളുകൾക്കൊരു പരിഭവം, ഞങ്ങൾക്കും കുട്ടികളുണ്ടല്ലോ, ഈ ചെറുപ്പക്കാരനെ എന്തിനാണ് ഈ മജ്ലിസിലേക്ക് കൊണ്ടുവന്നത്? അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്കിത് മനസ്സിലായിക്കൊള്ളും. രണ്ടാമത്തെ ദിവസവും ഒരു ചെറിയ പരിഭവം രേഖപ്പെടുത്തിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ ഇബ്നു അബ്ബാസേ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്നതിന്റെ വിശദീകരണം നിങ്ങളെല്ലാം ഒന്ന് പറഞ്ഞേന്ന് സദസ്സിനോട് പറഞ്ഞു. അപ്പ സദസ്സ് പറഞ്ഞു, ഇദാ ജാഅ നസ്റുല്ലാഹി ഐ നസ്റും മിനല്ലാഹി സുബ്ഹാനഹു വ തആല വൽ ഫത്ഹു മുറാദുഹു ഫത്ഹു മക്ക എന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഫസ്സിർഹു യാ ഇബ്ന അമ്മി റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പയുടെ മകനല്ലേ, ഇതിന്റെ വ്യാഖ്യാനം എന്താണ്? വഫീഹി ഇശാറത്തുൻ ഇലാ അജലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിലേക്ക് ഇതിൽ സൂചനയുണ്ട്. ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലയോ ഈ സഭയിലെ പ്രധാനികളെ, ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ രണ്ട് കാരണമുണ്ട്.
ആയത്തിന്റെ അന്തസാരങ്ങൾ അറിയുന്ന മഹാനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിലെ ബന്ധുവുമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ പോലെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കൾ, അവിടുത്തെ കുടുംബത്തിലെ മക്കൾ. അവരെ നമുക്കങ്ങനെ സാധാരണക്കാരെ പോലെ കാണാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് അഹ്ലു ബൈത്തിനെ കൊണ്ട് ഖിദ്മത്ത് എടുപ്പിച്ചുകൂടാ, അവരെ കൊണ്ട് സേവനം ചെയ്യിച്ചുകൂടാ. വലിയ ആലിമുൽ അല്ലാമയാണെങ്കിലും അങ്ങനെ ചെയ്തുകൂടെന്ന് തന്നെ മഹാന്മാരായ ആളുകൾ വിശദീകരിക്കുന്നുണ്ട്. മസ്റഹുർ റബി പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ അഹ്ലു ബൈത്തിന്റെ പരമ്പരകളോടൊപ്പം അവരുടെ മഹത്വം വിശദീകരിക്കുന്നു ഇമാമുകൾ. അതുകൊണ്ട് നമുക്ക് അവരുടെ ഓരത്ത് നിന്ന് ബറക്കത്തെടുക്കുകയും അവരുടെ കയ്യിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുകയും അതുവഴി വിജയത്തിലേക്ക് എത്താനുമാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. താബഈങ്ങളിൽപ്പെട്ട ഒരു മഹാൻ കണ്ടില്ലേ, കയ്യിലേക്കൊരു സ്വഹാബി ആപ്പിള് കൊടുക്കുമ്പോൾ ആ ആപ്പിള് വാങ്ങിയിട്ട് കഴിക്കുകയല്ല, ചുംബിക്കുകയാണ്. എന്റെ തുഫാഹത്തുൻ മസ്സത്ത് ബിയദി റസൂലില്ലാഹ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ തട്ടിയ ആപ്പിളാണ്. അബൂ ഹുറൈറ തങ്ങൾ കണ്ടില്ലേ, മദീനയിൽ കിടന്ന് നിലവിളിക്കുന്നു. വേറെ ആര് വഫാത്തായിട്ടും ഇത്രയേറെ കരയാത്ത അബൂ ഹുറൈറ തങ്ങൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൻ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ, കൊല ചെയ്യപ്പെട്ടപ്പോൾ പൊട്ടിക്കരയുന്നു. ഇതുപോലെയല്ല വിജയികളുടെയും വിജയത്തിന്റെ നിദാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കാരണം അവരിവിടെ ജീവിച്ചത് ഇസ്ലാമിന് വേണ്ടിയാണ്. ഇവിടെ കിടക്കുന്ന മഹാന്മാരും ഇസ്ലാമിക പ്രബോധനത്തിന്റെ സാരഥ്യങ്ങളാണ്. സയ്യിദ് അലവി മമ്പുറം തങ്ങൾ കേരളത്തിലെ ഇസ്ലാമിക ചൈതന്യത്തിന്റെ അണയാത്ത അധ്യക്ഷനാണ്. ജിഫിരി സാദാത്തുക്കൾ ഇസ്ലാമിക പ്രചാരണത്തിന്റെ മലബാറിന്റെ മണിമകുടമണിഞ്ഞ് വിശ്രമിക്കുന്നവരാണ്. അതുപോലെ ബഹുമാനപ്പെട്ട ജമലുല്ലൈലി സാദാത്തുക്കൾ ആത്മീയ ചൈതന്യത്തിന്റെ നമ്മുടെ നാട്ടിലെയും കേരളത്തിലെയും വെളിച്ചത്തിന്റെ നിദാനങ്ങളാണ്. അതുപോലെ ഓരോ നാട്ടിലും ചെന്നാൽ അഹ്ലു ബൈത്തിലെ അംഗങ്ങൾ ഇസ്ലാമിക പ്രചാരണത്തിന്റെ സാരഥ്യങ്ങളാണ്. സയ്യിദ് നഈമുദ്ദീനുൽ മുറാദാബാദി ജാമിഅ നഈമിയുടെ സ്ഥാപകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട മഹാനാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി വിജ്ഞാനം കൊണ്ടും ആത്മീയത കൊണ്ടും നേതൃത്വം കൊടുത്തവരാണ്. ഇപ്പുറത്തെ ചാരത്ത് കിടക്കുന്ന സയ്യിദ് ബാഹസൻ ജമലുല്ലൈലി തങ്ങൾ ഇസ്ലാമിക പ്രചാരണത്തിനു വേണ്ടി അറബിക്കടലിലൂടെ മുസല്ല വിരിച്ചെത്തിയിട്ട് ആത്മീയതയുടെ വെളിച്ചം നമുക്ക് പകർന്നു തന്നവരാണ്. അതുപോലെ തന്നെ ബുഖാറ സാദാത്തുക്കൾ ബുഖാരി തങ്ങന്മാർ ഇന്നും ഇസ്ലാമിക പ്രബോധനത്തിന്റെ താഴികക്കുടങ്ങളാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഉള്ളാള് തങ്ങൾ ബുഖാറ തങ്ങന്മാരുടെ ബുഖാരി കബീലയിലെ മഹത്വമുള്ള നേതാവും ഈ കാലഘട്ടത്തിലെ അജയ്യരായ നേതാവുമാണ്. അതുപോലെ ഈ സദസ്സിൽ ഇരിക്കുന്ന അഹ്ലു ബൈത്തിന്റെ സാന്നിധ്യം നമ്മുടെ നാട്ടിലെ വലിയ അനുഗ്രഹമാണ്. അൽഹംദുലില്ലാഹ്, വളരെ ക്ഷീണമുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട കടലുണ്ടിയിലെ തങ്ങളുപ്പാപ്പ അവർകൾ സദസ്സിന്റെ ചാരത്തുണ്ട്. അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാൻ കുട്ടികളായ ഞങ്ങളോട് ആശീർവാദം നൽകിയവരിൽ ഒരാളാണ്. അല്ലാഹുവേ ദീർഘകാലം ഞങ്ങൾക്ക് അവിടുത്തെ തണൽ നിലനിർത്തി തരണം റഹ്മാനേ. അതുപോലെ സാദാത്യങ്ങളെല്ലാം അനുഗ്രഹത്തിന്റെ തിലകത്തോടെ ലോകത്ത് മുഴുവനും വെളിച്ചം പകരുന്നവരാണ്. മക്കയിൽ കണ്ടില്ലേ, സുന്നത്ത് ജമാഅത്തിന്റെ വലിയ നേതാവാരാണ്. അവിടെ പല ചക്രവാളങ്ങളും ഉണ്ടാകാം.
കുടുംബമാകാമെങ്കിലും ബഹുമാനപ്പെട്ട മാലിക്കി തങ്ങളുടെ അഹ്ലുബൈത്തിന്റെ കുടുംബമാണ്. ഇന്നും അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥിരാകേന്ദ്രം. യമനിലേക്ക് പോയാലോ നമുക്കറിയില്ലേ, നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന സാദാതീങ്ങളല്ലേ അവിടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രചരണത്തിന്റെ ആളുകൾ. ബ്രിട്ടനിൽ നിന്ന് വരുന്ന പ്രതിനിധികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമല്ലേ ഇവിടെ വന്നിട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സാന്നിധ്യം അറിയിക്കുന്നത്. ഉത്തരേന്ത്യയിലേക്ക് പോയാൽ അവിടെയും അഹ്ലുബൈത്തിന്റെ സാന്നിധ്യവും തസവ്വുഫിന്റെ സാന്നിധ്യവുമാണ്. അന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പ്രചരണത്തിൽ ലോകത്ത് മുഴുവനും വിജയം വരിച്ചവർ ശണ്ഡീകരിക്കപ്പെട്ട പ്ലാസ്റ്റിക് ഇസ്ലാമിസ്റ്റുകളല്ല, ആത്മീയതയുടെ മധുരമുള്ള മഹാന്മാരാണ്. അറിയില്ലയോ ബഹുമാനപ്പെട്ട സയ്യിദുന ഇന്ത്യയിലെ മുഴുവനും ഇസ്ലാമിക പ്രബോധനത്തിന്റെ അധ്യക്ഷരായ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി റഹിമഹുല്ലാഹ്, ബഖ്തിയാർ കാക്കി ദഹ്ലവി റളിയല്ലാഹു അൻഹു, നിസാമുദ്ദീൻ ഔലിയ റളിയല്ലാഹു അൻഹു, അല്ലാമത്തുൽ മുനീരി റളിയല്ലാഹു അൻഹു, അല്ലാമത്തുൽ ഫിർദൗസി റളിയല്ലാഹു അൻഹു, ഇമാം മുഹമ്മദ് റിളാ ഖാനിൽ ബറേൽവി റളിയല്ലാഹു അൻഹു തുടങ്ങിയിട്ട് ഇമാമുൽ ബദായൂനി റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങി ബഹുമാനപ്പെട്ട സയ്യിദ് സർഹിന്ദി മുജദ്ദിദ് അൽ ഫസാനി റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉത്തരേന്ത്യയിലേക്ക് പോയാൽ മല പോലെയുള്ള ആലിമീങ്ങളും ആത്മീയ ജ്ഞാനത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളുമുണ്ട്. ആ വിഷയം മാത്രം സാധുവായ ഞാനൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. അഥവാ ഇന്ത്യയിലെ ഔലിയാക്കൾ എന്ന പേരിൽ അല്ലാമത്തുൽ മുനീരിയും ഇമാമുൽ ഫിർദൗസിയും തുടങ്ങിയുള്ള മഹാന്മാരുടെ ചരിത്രം വിശദീകരിച്ചതിൽ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരും ആത്മജ്ഞാനത്തിന്റെ രസം കൊണ്ടാണ് ഇസ്ലാമിക ദഅവത്ത് ഇവിടെ നടത്തിയതെങ്കിൽ അവരുടെ സഹനത്തിന് തിരിച്ചു കൊടുക്കാനുള്ള സമ്മാനം, അവരോടുള്ള പ്രണയവും അവർക്ക് വേണ്ടിയുള്ള ദുആഉമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിന്ന് എല്ലാ സമർപ്പണവും നടത്തുമ്പോൾ ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്നെവിടെ നിർത്തണമെന്ന് ആലോചിക്കുമ്പോൾ കുറേ സംഭവങ്ങൾ ഇങ്ങനെ മനസ്സിൽ വന്നു. പക്ഷേ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞതാണെങ്കിലും ഇസ്ലാമിക ദഅവത്തിന്റെ മേഖലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം സഹിച്ചതിൻ്റെ ഏറ്റവും ജാജ്വല്യമായ ഒരു രംഗമാണ് താരീഖു കർബലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാണാം. അതുമാത്രം വളരെ ലളിതമായി ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. കർബല യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിലെ ഒരുപാട് പേര് കൊല ചെയ്യപ്പെട്ടു. ഒരുപാട് ആളുകൾ ജയിലിൽ അടയ്ക്കപ്പെട്ടു. അതിൽ കാണാം 2 കൗമാരപ്രായത്തിലുള്ള മക്കൾ. അവരെ പിടിച്ച് ജയിലിൽ അടച്ചു. കുമാരന്മാരായ 2 പേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരാണ്. അവരെ പിടിച്ച് ജയിലിൽ അടച്ചു. ജ്യേഷ്ഠനും അനുജനുമാണ്. മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ മക്കളാണ്. പ്രിയപ്പെട്ടവരെ, അവരെ പിടിച്ച് ജയിലിൽ അടച്ചിട്ട് വർഷം 1 തികഞ്ഞു. ജ്യേഷ്ഠനും അനുജനുമാണ്. ഭരണാധികാരിയുടെ നിർദ്ദേശം, വേണ്ട ഭക്ഷണം കൊടുക്കാൻ പാടില്ല, മരിക്കാതിരിക്കാനുള്ള ഭക്ഷണം കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ജയിലിലിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജ്യേഷ്ഠൻ അനുജനോട് പറഞ്ഞു, ഇങ്ങനെ കിടന്നാ പറ്റില്ലല്ലോ, നമുക്ക് ജയിൽ വാർഡനോടൊന്ന് റിക്വസ്റ്റ് ചെയ്യാം, നമ്മളെ ഇവിടെ നിന്നും ഒന്ന് മോചിപ്പിച്ചു തരാൻ വല്ല വഴിയുമുണ്ടോ എന്ന് ചോദിക്കാം. അങ്ങനെ ജയിൽ വാർഡൻ വന്നപ്പോൾ ഇവര് ചോദിച്ചു, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുമോ? വാർഡൻ പറഞ്ഞു, അഫ്ളലു ഖൽഖില്ലാഹി വഅജല്ലു ഖൽഖില്ലാഹ് വഅക്റമു ഖൽഖില്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുമോ എന്നാണോ ചോദിക്കുന്നത്? അതല്ലേ ലോക സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നതർ,
അതുകൊണ്ട് അവിടുത്തെ അറിയാത്തവരാരാണ്? ചുരുക്കി പറയാം, അങ്ങനെ ജയിൽ വാർഡനോട് ചോദിക്കുന്നു, ജഅഫർ ബിൻ അബീ ത്വാലിബിനെ അറിയുമോ? അതേ, അറിയുമല്ലോ. ബത്ലുൽ മുഅ്താ വഹിബ്ബു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രണയം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും മൂത്തത്തിന്റെ രണാങ്കണത്തിൽ പടഞ്ഞു വീഴുകയും ചെയ്ത മഹാനാണല്ലോ. അവിടുത്തെ മകൻ മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? അറിയാം, അദ്ദേഹത്തിന്റെ മക്കളാണ് ഞങ്ങൾ, അഥവാ അഹ്ലു ബൈത്തിലെ കുട്ടികളാണ്. ഞങ്ങളെയാണ് നിങ്ങൾ ഈ ജയിലിൽ ഇട്ട് പീഡിപ്പിക്കുന്നത്. ഞങ്ങളെ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമോ? ജയിൽ വാർഡൻ കാൽക്കലേക്ക് വീഴുന്നു, മാപ്പ് ചോദിക്കുന്നു. രാത്രിയായപ്പോൾ വാർഡൻ ജയിലിൻ്റെ അടുക്കലേക്ക് വരുന്നു. മുഅ്മിനീങ്ങളെ, പ്രായമില്ലാത്ത ചെറുപ്പക്കാര്, പ്രായമുള്ള ഉപ്പമാര് അവിടെ ഇരുന്നാലും പ്രശ്നമില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് പറഞ്ഞ ഈ മജ്ലിസിൽ അഹ്ലുബൈത്തിനോടുള്ള പ്രണയം പറയുമ്പോൾ, അവരുടെ ത്യാഗം ഓർമ്മിക്കുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്നാൻ വിഷമമില്ലെങ്കിൽ ഒന്നടുത്തു നിന്നാൽ ഇത് പറഞ്ഞ് അല്ലാഹുവിനോട് ദുആരക്കാമല്ലോ. അതാ ഈ രണ്ട് മക്കളും ജയിലിൽ നിന്ന് രാത്രി പിടിച്ചിറക്കി പൊതുവഴിയിലൂടെ തെരുവിലേക്ക് കൊണ്ടുവന്ന് പെരുവഴിയിലാക്കിയിട്ട് പറഞ്ഞു, മക്കളെ, നടന്നിവിടെ നിന്നങ്ങ് പൊയ്ക്കോ, രക്ഷപ്പെട്ടോളൂ. അങ്ങനെ നടക്കുന്നു മക്കൾ. നേരം വെളുക്കുന്നതുവരെ നടന്നു, പിന്നെയും നടന്നു. ഒരു കുടിലിന്റെ മുമ്പിൽ ഒരു ഉമ്മ നിൽക്കുന്നുണ്ട്. ആ വീട്ടിന്റെ മുമ്പിൽ നിൽക്കുന്ന ഉമ്മയോട് പറഞ്ഞു, ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചു വരുന്ന കുട്ടികളാണ്, ഒന്ന് വിശ്രമിക്കാൻ അവസരം തരുമോ? മാതൃത്വപരമായ ഹൃദയ സമീപനം കൊണ്ട് അകത്തു കിടക്കാൻ അനുമതി കൊടുത്തു. ജ്യേഷ്ഠനും അനുജനും മടിയിൽ തലവെച്ചങ്ങുറങ്ങിപ്പോയി. ഈ ഉമ്മയുടെ മരുമകൻ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, രണ്ട് കുട്ടികൾ ജയിലിൽ ചാടിയിട്ടുണ്ട്, അവരെ പിടിച്ചു കൊടുത്താൽ ഇനാം തരാമെന്ന് ഇബ്നു സിയാദ് എന്ന ഭരണാധികാരി ഓർഡർ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഉമ്മ പറഞ്ഞു, രണ്ട് കുട്ടികൾ ഇവിടെയുണ്ട്, പക്ഷേ അവരെ തൊടാൻ ഞാൻ അനുവദിക്കില്ല. ഇറങ്ങി മക്കള് വീണ്ടും നടന്നു. മുന്നോട്ട് നടന്ന് ഒരു മുതലാളിയുടെ കയ്യിൽ പോയി പെട്ടു. മുതലാളി തിരിച്ചറിഞ്ഞു, ഇവര് ജയിലിൽ നിന്ന് ചാടിയ മക്കളാണ്, ഇവരെ പിടിച്ചു കൊടുത്താൽ ഇനാം ഉറപ്പാണ്. ചുരുക്കി ഞാൻ പറയാം, ഈ സംഭവം വളരെ വിശാലമാണ്. താരീഖു കർബലയിലുണ്ട് മുത്തഅല്ലിമീങ്ങളെ. അങ്ങനെ നേരെ ഈ കുട്ടികൾ നടന്നു. അവരെ കൊണ്ടുപോയി യൂഫ്രട്ടീസ് നദിയുടെ തീരത്തു നിർത്തി. യൂഫ്രട്ടീസ് നദിയുടെ തീരത്തു നിർത്തിയിട്ട് ഈ മുതലാളി അടിമയെ വിളിച്ച് കയ്യിൽ വാള് കൊടുത്തിട്ട് പറഞ്ഞു, ഈ മക്കളെ അങ്ങ് കശാപ്പു ചെയ്യാൻ. ഈ അടിമ കയ്യിൽ വാളും കൊണ്ടടുത്തേക്ക് ചെല്ലുമ്പോ ഈ മക്കള് പറഞ്ഞു, ഞങ്ങൾ അഹ്ലുബൈത്തിലെ മെമ്പർമാരാണ്, ഞങ്ങളെ കൊന്നിട്ട് നിനക്കെന്ത് കിട്ടാനാണ്? ഉടനെ വാള് വലിച്ചെറിഞ്ഞിട്ട് യൂഫ്രട്ടീസ് നദിയിലേക്ക് ആ അടിമയങ്ങ് ചാടിക്കളഞ്ഞു. ദേഷ്യം പിടിച്ച മുതലാളി സ്വന്തം മകന്റെ കയ്യിലേക്ക് വാള് കൊടുത്തിട്ട് പറഞ്ഞു, ഈ മക്കളെ അങ്ങൊതുക്കാൻ. മകനും ചാടി ചെല്ലുമ്പോഴേക്ക് ഈ മക്കൾ പറഞ്ഞു, ഞങ്ങൾ അഹ്ലുബൈത്തിലെ അംഗങ്ങളാണ്, നീ അൻത ഫീ ഉംഫുവാനി ശബാബ്, നീ നല്ല പ്രസരിപ്പുള്ള യുവത്വത്തിന്റെ തുടക്കത്തിലല്ലേ, ഇപ്പൊ തന്നെ ഞങ്ങളെ കൊന്നിട്ട് നീ നരകം വാങ്ങണോ? അടിമയെ പോലെ വാള് വലിച്ചു കളഞ്ഞിട്ട് ചാടി യൂഫ്രട്ടീസിലേക്ക്. മുതലാളിക്ക് കലിയടങ്ങിയില്ല. അയാള് വാള് കയ്യിലെടുത്തു.
അടുത്ത് ചെന്നപ്പോൾ ആ മക്കൾ പറഞ്ഞു, ഞങ്ങൾ അഹ്ലുൽ ബൈത്തിലെ മെമ്പർമാരാണ്. ഇന്നത്തെ ചില അഭിനവ മുസ്ലിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ആ പരമ്പര നിഷേധിക്കുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. അതൊന്നും ഇവിടെ കേൾക്കണ്ട, ഇവിടെ തങ്ങന്മാരില്ല എന്ന് പറയും പോലെ അങ്ങ് പറഞ്ഞു കളഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ കുട്ടികളല്ലേ, ഞങ്ങൾ കുട്ടികളെന്ന നിലക്കെങ്കിലും ഒന്ന് വിട്ടുകൂടെയോ? ഇവിടെ അതൊന്നും കേൾക്കേണ്ടതില്ല. വല്ല അന്ത്യാഭിലാഷവും ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ അവസരം തരാം എന്ന് പറഞ്ഞപ്പോൾ മക്കള് പുലിക്കുട്ടികളായി. എടാ പേടിയില്ലടാ, ഞങ്ങൾക്ക് മരിക്കാൻ, ഞങ്ങൾക്ക് അവസാനമായി ഒരാശയുണ്ട്. അത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കള് പറയുകയാണ്, 2 റക്അത്ത് നിസ്കരിക്കണമല്ലോ. ഈ മക്കള് 2 പേരും ഈ 2 റക്അത്ത് നിസ്കാരം നടത്തി. തിരിച്ചു വന്നപ്പോഴേക്ക് വാളിന്റെ മൂർച്ച കൂടി. അല്ലാഹുമ്മ ഹുക്കും ബൈനനാ വബൈന ഹാദർ റജുലി ഫീ യൗമിൽ ഖിയാമ. അല്ലാഹുവേ, ഞങ്ങളുടെയും ഇവന്റെയും ഇടയിൽ നിന്റെ കോടതിയിൽ നീ വിധിക്കണേ എന്ന് ദുആ ചെയ്തിട്ട് ഈ മക്കള് തിരിച്ചു നിസ്കാരം കഴിഞ്ഞ് കൊലവാളിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാളെ പിടിച്ചു കിടത്തിയിട്ട് കഴുത്തിലേക്ക് കത്തിവെച്ചു. ഇടറാത്ത ഇടനെഞ്ചോടെ, പതറാത്ത പാദത്തോടെ, മാറാത്ത മനക്കരുത്തോടെ, ഇളകാത്ത ഈമാനോടെ മക്കള് കിടന്നുകൊടുക്കുമ്പോൾ സഹോദരന്റെ കഴുത്തിലേക്ക് കത്തിവെച്ചിട്ട് രക്തം ചീറിത്തെറിക്കുമ്പോ 2 കൈ കൊണ്ടും രക്തമങ്ങ് വാങ്ങിയിട്ട് സഹോദരന്റെ ബോഡിയിൽ പുരട്ടിക്കൊടുത്തു. രണ്ടാമതും രക്തം വാങ്ങിയിട്ട് സ്വന്തം ബോഡിയിൽ പുരട്ടി. എന്നിട്ട് അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബേ, ഞങ്ങളുടെ ഷഹാദത്തിന്റെ അടയാളമാണ് ഈ രക്തം. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തല വെച്ചതിന് കൂലി വാങ്ങിയവർ വഴിയിൽ ചെന്നിട്ട് ക്യാഷ് നോക്കിയപ്പോഴേക്ക് ക്യാഷ് കോലം മറിഞ്ഞു എന്ന് റഷ്വത്ത് സ്വാദി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയാൾക്കും ഇതനുഭവിക്കാൻ കഴിഞ്ഞില്ലെന്ന് ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നീളുകയല്ല. ഇതുപോലെ ജീവാർപ്പണം നടത്തിയിട്ടാണ് ഇവിടെ കിടക്കുന്ന സാദാത്തീങ്ങളുടെ വലിയുപ്പമാര് ഇസ്ലാം നമ്മുടെ കയ്യിലേക്ക് നൽകിയത്. ഇവരുടെ ഏറ്റവും ജദ്ദുൽ അലി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല്ല് പൊട്ടി, വിരലിന് മുറിവ് പറ്റി, വിശന്നിട്ട് പള്ളയിൽ പാറ വെച്ചു കെട്ടി. 3 ദിവസം അടുപ്പിച്ച് അടുപ്പ് പുകയാതെ ദാരിദ്ര്യത്തിൽ ജീവിച്ചു. അബൂ ത്വാലിബിന്റെ താഴ്വരയിൽ പച്ചില തിന്നിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ചു. മദീനക്കാര് നബിതങ്ങളെ കൈനീട്ടി വാങ്ങിയത് കൊണ്ട് മദീനയിൽ ആരെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹി വന്നാസി അജ്മഈൻ. അബൂ ദാവൂദ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ആരെങ്കിലും മദീനയിൽ ഫിത്നയുണ്ടാക്കുകയോ മദീനക്കാരെ അപമര്യാദയായി പെരുമാറുകയോ ചെയ്താൽ അവർക്ക് ശാപമുണ്ട്. കാരണം ഇന്നൊരു മദീനക്കാരൻ നമ്മളെ ആക്രമിച്ചാലും മദീനക്കാര് നബിതങ്ങളെ സ്വീകരിച്ചു എന്നതാ കാരണം. അതുപോലെ ഇന്നത്തെ അഹ്ലുൽ ബൈത്തിന്റെ മക്കളുടെ ജീവിതചര്യ, അത് നമ്മളോടൊപ്പം ദീനിന് ഖിദ്മത്ത് ചെയ്താലും ഇല്ലെങ്കിലും ഏറ്റവും വലിയ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തമൊലിക്കുന്ന മക്കളാണ്. അവരേത് ജോലി ചെയ്യുന്ന സാധാരണക്കാരായാലും അവര് സാധാരണക്കാരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തമുള്ളവർ
അതല്ലേ മഹാന്മാര് പ്രയോഗിച്ചൊരു പ്രയോഗമുണ്ട്. അയാൾ അങ്ങനെയാണെങ്കിലും നബിതങ്ങളെ സിയാറത്ത് ചെയ്യുമ്പോ അസ്സലാമു അലൈക യാ ജദ്ദീ എന്ന് വിളിക്കാൻ പറ്റുന്ന ആളാണ്. മാലിക് ഇമാം പറഞ്ഞു, എന്നെ ആക്രമിച്ച അബൂ ജഅഫറുൽ മൻസൂർ അക്രമിയാണെങ്കിലും ഞാൻ നബിതങ്ങളുടെ അടുക്ക ചെല്ലുമ്പോ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്നെ പറയാൻ പറ്റൂ. അയാൾ വന്നാൽ അസ്സലാമു അലൈക യാ ജദ്ദീ അല്ലെങ്കിൽ ഇബ്നു അമ്മി എന്ന് പറയാൻ പറ്റും. ആ ബന്ധങ്ങളെ നിഷേധിക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന സാദാത്യങ്ങളെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ കാവൽ ഭടന്മാരോടൊപ്പം നിൽക്കുന്നവരാണ്. അവരും നമ്മളും മദീനയിൽ ചെല്ലുമ്പോ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മൾ സലാം പറയുമ്പോൾ അവർക്ക് അസ്സലാമു അലൈക യാ ജദ്ദീ എന്ന് പറയാൻ അവകാശമുള്ളവരാണ്. അല്ലാഹു അഹ്ലു ബൈത്തിനെ സ്നേഹിച്ച് അവർക്ക് പാദസേവ ചെയ്ത് അവരുടെ കൈപിടിച്ച് സ്വർഗത്തിൽ ചെല്ലുന്ന സ്വാലിഹീങ്ങളിൽ നമ്മളെയും മാതാപിതാക്കൾ, ഉസ്താദുമാര്, സ്നേഹജനങ്ങൾ, സംഘടനാ മിത്രങ്ങൾ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ.